നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ കാന്താരയുടെ റിവ്യൂ ചെയ്തിരുന്നു. കാന്താരയുടെ റിവ്യൂവിൽ ഞാൻ വളരെ എക്സ്ട്രീം പോസിറ്റീവായിട്ടാണ് ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. അതിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: ലോക ഓർ കാന്താര, വിച്ച് ഇസ് ബെറ്റർ? രണ്ട് ഫിലിംസ് കണ്ടവർ പറയൂ എന്നാണ് ആ കമൻറ്റ്. ഷാരോൺ എന്ന ഐഡിയിൽ നിന്നാണ് ആ കമൻറ്റ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംസാരിക്കപ്പെടണമെന്ന് തോന്നിയത് പറഞ്ഞാൽ, അതിന് താഴെ കുറച്ച് റിപ്ലൈ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ചിലർ ലോക എന്ന് പറയുന്നുണ്ട്, ചിലർ കാന്താര എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതായിട്ടാണ് മനസ്സിലായത്. ഇതെന്തുകൊണ്ട് സംസാരിക്കപ്പെടുന്നു പറഞ്ഞു തരാം. ലോക, കാന്താര. ലോക മലയാള സിനിമയുടെ അഭിമാനമായി മാറി. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാ ബോക്സ് ഓഫീസ് കളക്ഷനുകളും പൊട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കാന്താര കന്നഡ സിനിമ ഇൻഡസ്ട്രിയുടെ അഭിമാനമായിട്ട് നിലവിൽ മാറി നിൽക്കുന്നു. ഇതുവരെ കന്നഡ സിനിമ ഇൻഡസ്ട്രി നേടാൻ കഴിയാത്ത ഒരു ചരിത്ര റെക്കോർഡിലേക്ക് കാന്താരയ്ക്ക് വളരാനും ഫ്ലറിഷ് ചെയ്യാനുമുള്ള എല്ലാ സാധ്യതകളും മുൻകൂട്ടി കാണുന്നുണ്ട്. ഈ രണ്ട് സിനിമകളിലെയും ഞാൻ രണ്ട് തൂണുകളായിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, ഈ രണ്ട് സിനിമകളും കാണാത്ത ആളുകളുണ്ട്. ഒരു സിനിമ കണ്ട ആളുണ്ട്, മറ്റേ സിനിമ കാണാത്ത ആളുണ്ട്. ഒരു സിനിമ കാണാത്ത ആളുണ്ട്, മറ്റേ സിനിമ കാണാത്ത ആളുണ്ട്. ഇങ്ങനെ പലതരത്തിലും നമ്മുടെ ഓഡിയൻസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും മിക്സ്ഡായിട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവും. ഈ രണ്ട് സിനിമകളുടെയും പ്രത്യേകത എന്താണ്? ഈ രണ്ട് സിനിമകളും ഫാൻറ്റസി സിനിമകളാണ്, അല്ലേ? അതായത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ഒരു കഥ, ഒരു മുത്തശ്ശി കഥയാവാം, ഏത് കഥയോ ആവാം. ആ കഥയെ പ്രേക്ഷകൻ്റെ ആ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകനെ അതിലേക്ക് കൊണ്ടെത്തിച്ച് വിജയിച്ച രണ്ട് ഫാൻറ്റസി സിനിമകളാണിത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫാൻറ്റസി സിനിമ ജോണറുകൾ ആണോ ഇനി വരാൻ പോകുന്ന ട്രെൻഡ് എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ കാന്താരയുടെ ചാപ്റ്റർ 2 ഒന്ന് നമ്മൾ എടുത്ത് നോക്കിയേ. അതായത് 2022 റിലീസ് ചെയ്ത കാന്താര, അത് മുഴുവനായി ഫാൻറ്റസി ആണോ? അല്ല. അതിൻ്റെ ക്ലൈമാക്സ് പോർഷൻസ്, ഗുളികൻ ഭാഗങ്ങൾ, ഇതൊക്കെ നമുക്ക് ഫാൻറ്റസി ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്ന ഒരു മുത്തശ്ശി കഥ എന്ന് പറയുന്നത് മാത്രമാണ്. പക്ഷെ കാന്താര 2, 2022 റിലീസ് ചെയ്ത കാന്താര 2 ഒരു വില്ലേജ് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്ത ആ വില്ലേജിൽ നടക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അത് കർണാടകയിലെ പല വില്ലേജുകളിലും ഉള്ള കഥ തന്നെയാണ് അവർ ആ സിനിമയിലും പറയുന്നത്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. കാന്താര ചാപ്റ്റർ 1 എന്ന് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സിനിമയാണ് മൊത്തമായി അവർ ഫാൻറ്റസി എടുക്കുന്നത്. കാരണം അത് പ്രിലൂഡാണ്, അത് രാജാക്കന്മാരുടെ കാലം തൊട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് മുഴുവൻ ഫാൻറ്റസിയാണ്. മുഴുവൻ ഫാൻറ്റസി ആയിട്ടൊരു ലോകം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഫാൻറ്റസി സിനിമയാണ്. അതായത് കല്യങ്കാട്ട് നീലിനെ ഇന്ന് മറ്റേ ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ കൊണ്ടുവരാതൊക്കെ പറയും, അത് തന്നെ ഫാൻറ്റസിയാണ്. അതിനകത്ത് വേറെ ചോദ്യവും സംശയമൊന്നുമില്ല. അവിടെയാണ്, അതായത് കുട്ടികൾ പിടിച്ചെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് സിനിമകൾ, ഫാൻറ്റസി ലോകങ്ങൾ പടുത്തുയർത്തുക, ഫാമിലി അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുക, റിയാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിലോട്ടാണോ ഇന്ത്യൻ ഇൻഡസ്ട്രി പോവുക എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം. അതായത് ഒരു കാലത്ത് മലയാള സിനിമയിൽ റിയലിസ്റ്റിക് സിനിമകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്കറ്റ്. ഇപ്പോൾ ദിലീഷ് പോത്തൻ സിനിമകളായ മഹേഷിൻ്റെ പ്രതികാരവും തൊണ്ടിമുതലും ദൃക്സാക്ഷിയും തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിൽ. ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ സിനിമകൾ ഒരു കാലത്തുണ്ടാക്കിയ ട്രെൻഡ് ചെറുതൊന്നുമല്ല. റിയലിസം സിനിമകൾ ആ ട്രെൻഡ് പിടിച്ച് ഒട്ടനവധി മലയാള സിനിമയിൽ വരികയും ചെയ്തു. ഇനി ആ സിനിമകൾക്ക് സ്കോപ്പുണ്ടോ? റിയലിസ്റ്റിക് സിനിമകൾക്ക് സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ റിലീസായ രണ്ട് സിനിമകളും ഒരു രീതിയിൽ നിൽക്കുന്നത്. ഞാൻ പറയട്ടെ, കാന്താര വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ തരംഗമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും മറുഭാഗത്ത് നിൽക്കുന്ന ലോകയ്ക്ക് അത് ക്ഷീണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ലോക ഇപ്പോഴും ഒരു 35 ദിവസം ഇപ്പോഴും സിനിമാ തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവർ OTT എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. വെരി ഗ്രേറ്റ് മൂവ് ആയിട്ടാണ് എനിക്ക് ഇപ്പോഴും അത് തോന്നുന്നത്. അങ്ങനെ ലോക ഇപ്പോഴും അത് മുന്നോട്ട് പോകുന്നുണ്ട്. കാന്താര കുറച്ച് ലോകയുടെ സ്ക്രീനുകൾ അപഹരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ലോക കളക്ട് ചെയ്യേണ്ട എല്ലാം ലോക കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കിട്ടുന്നതൊക്കെ അവർക്ക് മറ്റേ ഡബിൾ ബോണസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ രണ്ട് ഫാൻറ്റസി സിനിമകളുടെ തൂണുകൾ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയെ മുന്നോട്ട് നയിക്കുന്ന രീതിയിലേക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലരും ഇപ്പോൾ ആ ഒരു കമൻ്റ് എടുത്ത് സൂചിപ്പിക്കാനുള്ളൊരു കാരണം, വിച്ച് ഇസ് ബെറ്റർ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം അത് രണ്ടും ഫാൻറ്റസി ജോണർ സിനിമകളാണ്. ഇപ്പോൾ നമ്മൾ രണ്ട് സിനിമകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഏതെങ്കിലും രീതിയിൽ ആ രണ്ട് സിനിമകൾക്ക് ഒരേ നൂലുണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ രണ്ട് സിനിമകൾ ഒരേ ജോണർ ആണെങ്കിൽ യു ക്യാൻ കമ്പയർ. എങ്ങനെയുണ്ട് ആ ഒരു വേൾഡ് ബിൽഡിംഗ്, അത് പ്രേക്ഷകരിലേക്ക് രണ്ട് സിനിമകൾക്കും കൊണ്ടെത്തിക്കാൻ പറ്റുന്നതിൽ ഏതാണ് കൂടുതൽ വിജയിച്ചത് എന്നൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന രീതിയിൽ. എന്തായാലും കാന്താര അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ലോക ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നുമുണ്ട്. പക്ഷേ ഇപ്പോഴും അതിന് ബുക്കിംഗ് ഉണ്ട് കേട്ടോ. ഇപ്പോഴും അതിൽ വലിയ രീതിയിൽ തന്നെ ബുക്കിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ രണ്ട് സിനിമകൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. ഈ രണ്ട് സിനിമയും കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ ഈ കണ്ട പ്രേക്ഷകർ എൻ്റെ അഭിപ്രായത്തോട് 100% യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്ത പ്രേക്ഷകരോടാണ് ഞാൻ പറയുന്നത്, ഈ രണ്ട് സിനിമകളും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ടവരാണ്.
ഓഡിയൻസിൻ്റെ കൂടെ, മാസ് ഓഡിയൻസിൻ്റെ കൂടെ നല്ല ഓഡിയോ വിഷ്വൽ തിയേറ്ററിൽ പോയിരുന്ന് ആസ്വദിക്കേണ്ട സ്പെക്ടാക്കിളാണിത്. ഈ 2 സിനിമകൾക്കും കൂടെ നിങ്ങൾക്ക് ഏകദേശം ടിക്കറ്റ് ചാർജ് വരാൻ പോകുന്നത് ഒരു 320 രൂപയായിരിക്കും മാക്സിമം. പക്ഷേ നിങ്ങൾക്ക് ലൈഫ് ടൈം എക്സ്പീരിയൻസ് നൽകുന്ന 2 തിയേറ്ററുകൾ സിനിമകളാണ് ഇത്. ഒന്ന് ഓഗസ്റ്റ് 28-ന് ഓണം റിലീസായി എത്തിയ ലോക, മറ്റൊന്ന് ഒക്ടോബർ 2-ന് റിലീസ് ചെയ്ത കാന്താര, അതായത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത കാന്താര. ഈ 2 സിനിമകളും തിയേറ്ററിൽ പോയി കാണുക എന്ന് തന്നെയാണ് ഞാൻ വാശി പിടിക്കുകയാണ് എന്ന് വേണമെങ്കിൽ തന്നെ നിങ്ങൾ കൂട്ടിക്കോ. ഈ 2 സിനിമകളും തിയേറ്ററിൽ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കാണാത്തവർ തീർച്ചയായും ഈ 2 സിനിമകൾ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക.